ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ ബ്രൊക്കോളി സാലഡാണ്. അതായത് നമ്മുടെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് നല്ലപോലെ വെയിറ്റ് കുറയാൻ നല്ലൊരു സാലഡാണിത്. അത് ഡിന്നറായിട്ട് കഴിക്കാം, അതേപോലെ തന്നെ ലഞ്ചായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഒരാഴ്ചയൊക്കെ ഈ ഒരു ലഞ്ചിന് ഇത് മാത്രം കഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വെയിറ്റ് കുറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനാവശ്യമായിട്ട് വേണ്ടിയത് ബ്രൊക്കോളിയാണ്. ബ്രൊക്കോളി എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ഫുഡിൽ ഒന്നാണ് നമ്മുടെ ഈ ബ്രൊക്കോളി. എല്ലാ ന്യൂട്രിയൻസും ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് പിന്നെ വേണ്ടിയത് കുറച്ച് ബീൻസാണ്. നല്ല ഇളം പിഞ്ച് ബീൻസ് വേണം ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ കനം കുറച്ച് നീളത്തിൽ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാരറ്റിലും ഒരുമാതിരി എല്ലാ തരത്തിലുള്ള വൈറ്റമിൻസ് ഉണ്ട്. വൈറ്റമിൻ എ, അതുപോലെ മിക്ക വൈറ്റമിൻസും ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതും കനം കുറച്ച് എടുക്കുക. കാരണം കനം കുറച്ച് നീളത്തിൽ അരിയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ സ്റ്റീം ചെയ്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരിക്കലും എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്യുകയോ എണ്ണയ്ക്കകത്തിട്ട് സോട്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല. അതേപോലെ ഒരു പിടി ഗ്രീൻ പീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചയായിട്ടുള്ള ഫ്രോസൺ ഗ്രീൻ പീസാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റീം കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇത്രയും കാര്യങ്ങൾ മാത്രം മതി നമ്മുടെ ഈ സാലഡ് ഉണ്ടാക്കാനായിട്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് ഒരു സ്റ്റീമറിൽ, ഇതില്ലെങ്കിൽ നമ്മുടെ ഇഡലി പാത്രത്തിലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്റ്റീമറിൻ്റെ അകത്ത് വെച്ച് സ്റ്റീം ചെയ്ത് എടുത്താൽ മതി. സ്റ്റീം ചെയ്യേണ്ട ടൈം എന്ന് പറഞ്ഞാൽ ഒരു 8 മിനിറ്റ്സ് മാത്രമേ സ്റ്റീം ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും 8 മിനിറ്റ്സ് കൂടുതൽ ഈ പച്ചക്കറികൾ സ്റ്റീം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് വളരെ നൈസായിട്ടായിരുന്നു അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഇതിൽ ഞാൻ ബീൻസും ക്യാരറ്റും നമ്മുടെ ഫ്രോസൺ പീസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതൊന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിതിൽ ഉപ്പോ കുരുമുളകോ ഒന്നും ചേർക്കുന്നില്ല. ഇതിന് ശേഷം ഇതൊന്ന് സ്റ്റീം ആയതിനു ശേഷം മാത്രമേ ഇതിൻ്റെ അകത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നുള്ളൂ. അതേപോലെ തന്നെ ചെറിയൊരു സാലഡ് ഡ്രസ്സിങ് കൂടി ഇതിന് ആവശ്യമാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ അതേപോലെ തന്നെ നമ്മുടെ ഈ ബ്രൊക്കോളി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ചെറുതായിട്ട് ഇതേപോലെ ചെറിയ ഫ്ലോററ്റ്സ് ആയിട്ട് നമ്മൾ ഇതേപോലെ എടുക്കുക. അതിന് ശേഷം ഞാൻ നല്ലപോലെ ഒരു 5-10 മിനിറ്റ് മഞ്ഞപ്പൊടി ഇട്ട് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചേക്കണം. കാരണം ഇതിനകത്ത് ജീവികളോ പുഴുവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ ഇരുന്നൊരു 5 to 8 മിനിറ്റ്സ് നല്ലപോലെ സ്റ്റീമായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ലപോലെ കുക്കായി ഇത് വന്നിട്ടുണ്ട്. ഇനി ഈ സാലഡ് ഡ്രസ്സിങ്ങിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഇതേപോലെ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് എടുത്തേക്കുന്നത്. ഒലിവ് ഓയിലാണ് ഇങ്ങനെയുള്ള കാര്യത്തിന് ഏറ്റവും ബെസ്റ്റ്. അതേപോലെ തന്നെ നമ്മുടെ ഒരു വയറിനൊരു പ്രോബയോട്ടിക് കിട്ടാൻ വേണ്ടിയിട്ട് ആപ്പിൾ സിഡർ വിനെഗർ, അത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഓർഗാനിക് ആയിട്ടുള്ളത് നോക്കി വാങ്ങിക്കുക. അതേപോലെ ഓർഗാനിക് വിത്ത് ദ മദർ എന്ന് പറഞ്ഞ് വരുന്നതുണ്ട്. അതാണ് നമ്മൾ ഈ സാലഡ് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്കൊരു 1/2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ടേബിൾ സ്പൂൺ വിനെഗർ നമ്മുടെ ഒലിവ് ഓയിൽ എടുത്തപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂണോളം ആപ്പിൾ സിഡർ വിനെഗർ. അതേപോലെ തന്നെ നമ്മുടെ എരിവിന് വേണ്ടി കുറച്ച് ക്രഷ്ഡ് നമ്മുടെ റെഡ് ചില്ലി ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇതിലേക്ക് ഞാൻ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന ചിക്കനുണ്ട്. അതായത് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഒരു ചിക്കനാണിത്. ചെറുതായിട്ട് ഞാൻ ഷ്രെഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഈ സാലഡ് ഡ്രസ്സിങ് കൂടെ ഒഴിച്ചാണ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു പരുവമായി കഴിയുമ്പോഴേക്കും നമുക്ക് സ്വല്പം ഉപ്പും കുരുമുളക് പൊടിയും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. വേണ്ടെങ്കിൽ ഉപ്പും സ്കിപ്പ് ചെയ്യണമെന്നുള്ളവർക്ക് ഉപ്പിടേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ചിക്കൻ പുഴുങ്ങിയേക്കുന്നതിൻ്റെ അകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയ നമ്മുടെ ഈ സാലഡ് നമ്മൾ ആ ഒലിവ് ഓയിലൊക്കെ ചേർത്ത സമയത്ത് അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇപ്പം ഞാനൊരു തുള്ളി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം വേണമെങ്കിൽ ചെറുതായിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി. അന്നേരം നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി യാതൊന്നുമില്ല. ഇപ്പം മിക്സ് ആൻഡ് റെഡി. നല്ല ഒരു മീലാണിത്, നല്ലൊരു ബൗള്. ഇത് കഴിക്കുവാണെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിന് നല്ലൊരു ഫില്ലിംഗ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനും ഒരു ഡയബറ്റീസുകാർക്ക്, ഷുഗർ ഉള്ളവർക്ക് ഇത് കഴിക്കാൻ വളരെ നല്ലൊരു സാലഡാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.